അപ്പോൾ സൽമാസ് ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സൽമാസ് ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞാൽ അറബിക് കാലിഗ്രഫി പെയിന്റിങ്സ്, അബ്സ്ട്രാക്ട് പെയിന്റിങ്സ്, എന്ത് പെയിന്റിങ്സും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. നമുക്ക് വേണ്ട സ്പേസിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. റെസൺ ആർട്ട് ഉണ്ട്. ലൈവ് ഇവൻറ്റ്സിൽ ലൈവ് ബ്രാൻഡ് ആക്ടിവേഷൻ ആയാലും പ്രൈവറ്റ് ഇവൻറ്റ്സ് ആയാലും കോർപ്പറേറ്റ്സിന് വേണ്ടിയാണെങ്കിലും നമ്മൾ ലൈവ് എൻഗ്രേവിങ് ചെയ്ത് കൊടുക്കും. ലൈവ് കാലിഗ്രഫി, ഹോട്ട് ഫോയിലിംഗ് എല്ലാം ഗസ്റ്റ് നെയിം ചെയ്യണം. ഇപ്പം അതാണ് ആക്റ്റീവ്. പക്ഷെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇതുമായിട്ട് യാതൊരു ഒരു ബന്ധമില്ല. അതിൻ്റെ പാഷൻ ആർട്ട് തന്നെയായിരുന്നു. ആക്ച്വലി നമുക്ക് കുറേ ജീവിതത്തിൽ കുറേ വെല്ലുവിളികൾ അല്ലെങ്കിൽ കുറേ ചില കമൻസ് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഊർജ്ജം കൂടുക നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. ലീഡേഴ്സ് ലോഞ്ചിന്റെ മുമ്പൊരു വേർഷൻ ഉണ്ടായിരുന്നു, റീച്ച് ബഹ്റൈൻ. ആ റീച്ച് ബഹ്റൈന് സ്റ്റാർട്ട് ചെയ്തത് സൽമായിട്ട് ഇരുന്ന സമയത്താണ്. അപ്പോൾ വീണ്ടും ലീഡേഴ്സ് ലോഞ്ചിൽ എത്തുമ്പോൾ ഒരിക്കൽ കൂടി സൽമായിട്ട് ഇരിക്കുകയാണ്. വെൽക്കം സൽമ. താങ്ക് യു. നമ്മൾ 5 വർഷം മുമ്പാണ് അന്നിരുന്നത്. എങ്ങനെ തോന്നുന്നു 5 വർഷത്തെ ജേണി? നല്ലതായിരുന്നു. അത് ഞാൻ തുടങ്ങിയ സമയത്തുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇതിലേക്ക് തന്നെ ഫോളോ ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ, എല്ലാം കൊണ്ട് റാഹത്താണ്. ഒരു പാഷനായിട്ടാണ് തുടങ്ങിയത്. അതെ, ഒരു പാഷനെ ഒരു ബിസിനസ് ആക്കി മാറ്റി എന്ന് പറയാൻ പറ്റൂലേ? എന്താണ് പാഷൻ? എൻ്റെ പാഷൻ ആർട്ട് തന്നെയായിരുന്നു. ആക്ച്വലി നമുക്ക് കുറേ ജീവിതത്തിൽ കുറേ വെല്ലുവിളികൾ അല്ലെങ്കിൽ കുറേ ചില കമൻസ് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഊർജ്ജം കൂടുക നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ തുടങ്ങിയൊരു സൈഡായിട്ട് പ്രഗ്നൻസി ടൈമിലൊരു ടൈം പാസ് ആയിട്ട് തുടങ്ങിയൊരു സാധനമായിരുന്നു. പിന്നെ അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കൂടുതൽ ആഗ്രഹപ്പെട്ടു. അതിൻ്റെ പിന്നെ ആർട്ട് സപ്ലൈസ് അതിൻ്റെ കാര്യങ്ങൾ വന്നപ്പം പിന്നെ അത് എല്ലാ പ്രാവശ്യം ഹസ്ബൻഡിനോട് ചോദിക്കണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞു. അങ്ങനെ അവർ അങ്ങനെ പിന്നെ ഇപ്പോൾ അതൊരു മെയിൻ ബിസിനസ് എന്ന് പറയാനല്ല, കൂടുതൽ പാഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഓക്കെ. പക്ഷേ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇതുമായിട്ട് യാതൊരു ഒരു ബന്ധമില്ല. അത് തന്നെയായിരുന്നു. ഞാൻ സിവിലാണ് പഠിച്ചത്. സിവിൽ മാസ്റ്റേഴ്സ് ചെയ്ത് ബഹ്റൈനിൽ തന്നെ പഠിച്ചതൊക്കെയാണ്. അപ്പോൾ മെയിൻ അത് പഠിച്ച് അതിൽ കൂടുതൽ സ്വാഭാവികമാണ് ആളുകൾ പിന്നെ ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗിൽ പിന്നെ UG മാത്രമല്ല PGയും പിന്നെ കഴിഞ്ഞ് MTech കഴിഞ്ഞിട്ട് ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു ആർട്ടിലേക്ക് മാറാന്ന് പറയുമ്പോൾ ആളുകൾ പലരും ചോദിക്കും. പാരന്റ്സും ചോദിച്ചിരുന്നു. പഠിച്ച് തിരിച്ച് വന്നപ്പം പാരന്റ്സ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതും നമുക്ക് നല്ലൊരു മാർക്ക് ഗോൾഡ് അങ്ങനത്തെ ഒരു ടാഗ് ലൈൻ വരുമ്പം നമ്മൾ ജോലിക്ക് പോവാതിരിക്കുമ്പോൾ പലരും സൊസൈറ്റി എന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താ നീ പോകുന്നില്ല, ഇത്രയും പഠിച്ചിട്ട് പാരന്റ്സ് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, പോകുന്നില്ലേ എന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ എനിക്ക് മെയിൻലി ഫാമിലി ഓറിയന്റഡ് മക്കളൊക്കെ ആയി പിന്നെ വീട്ടിൽ നിൽക്കാനായിരുന്നു താല്പര്യം, അങ്ങനെ ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യം കൂടെ വന്നിട്ട് നമുക്ക് കുറേ ഒരു വിഷമം, നെഗറ്റീവ് ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ വന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു പാഷനായിട്ട് ടൈം കളയുമ്പോൾ ഇത്രയും നാൾ വർക്ക് ചെയ്ത ആളായിരുന്നു. വർക്ക് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ് വന്നപ്പോൾ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ MTech മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഹൈവേ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. എത്ര സമയം? ഒരു വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇടയിൽ സെൻട്രൽ PWD കിട്ടിയത്. പക്ഷെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് ഡൽഹിയായിരുന്നു. അപ്പൊ അന്ന് കല്യാണം കഴിഞ്ഞ് പിന്നെ ഡൽഹിയിൽ ഹസ്ബൻഡ് ബാംഗ്ലൂർ, പിന്നെ ഞാനത് പോവാൻ പിന്നെ എനിക്ക് NIT പഠിച്ച കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത കോളേജിൽ തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് കിട്ടി. അവിടെ ഒരു വർഷം വർക്ക് ചെയ്തു. അപ്പോഴാണ് പ്രഗ്നന്റ് ആവുന്നതും പിന്നെ റെസ്റ്റ് ഒക്കെ പറഞ്ഞത് കാരണം ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ മക്കളായി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാൻ തോന്നില്ല. അത് ഓരോരുത്തർ പ്രിഫറൻസ് ആണല്ലോ. അപ്പോൾ എനിക്കത് പോകാൻ തോന്നിയില്ല. വീട്ടിൽ പിന്നെ കോർപ്പറേറ്റ് ലൈഫ് ജോലിയിൽ എക്സ്പീരിയൻസ് കൊണ്ട് അവിടുത്തെ സ്ട്രെസ്സും പ്രഷറും അറിയാവുന്നത് കൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം തോന്നിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തിരിച്ചു വന്നപ്പം പാരന്റ്സും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഉമ്മ അല്ലേ മക്കൾ നോക്കാൻ, പൊക്കിയൂടെ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ നമ്മൾ പറയാം നമുക്കത് താല്പര്യമില്ല. പക്ഷെ ഹസ്ബൻഡ് ഓക്കെ ആയിരുന്നു, ഹസ്ബൻഡ് അങ്ങനെ പ്രശ്നമില്ല. അപ്പൊ എനിക്ക് ആ സമയത്ത് കുറച്ച് നല്ല വിഷമമുള്ള സമയമായിരുന്നു. അപ്പൊ ഞാൻ ഒരു സൈഡായിട്ട് എൻ്റെ നെയ്ബർ ഇതേപോലെ പെയിന്റിംഗ് ലിഞ്ചു എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവളാണ് അക്രിലിക് പെയിന്റിങ്സ് ഒക്കെ ഇങ്ങനെ വീട്ടിൽ വെറുതെ വരച്ചു വെച്ചത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് വെറുതെ ഒരു ടൈം പാസിൽ പോയി സാധനങ്ങൾ വാങ്ങി ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാ പ്രാവശ്യം ആർട്ട് സപ്ലൈസ് ഹസ്ബൻഡിനോട് ചോദിക്കണമല്ലോ, അപ്പൊ അത് സ്വന്തമായിട്ട് വാങ്ങണമല്ലോ. അപ്പൊ അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇഷ്ടമുള്ള കളറിൽ ഇതിൽ ഞാൻ ചെയ്തു തരും.
അപ്പോൾ ഇതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഒരു വിമൻ ആണ്, ഐ മീൻ അങ്ങനെയല്ല, അതൊരു ചലഞ്ചാണെന്ന് വെച്ചിട്ട് എസ്പെഷ്യലി നമ്മൾ പ്രവാസ ലോകത്താണുള്ളത്. പിന്നെ ഒരു ആർട്ടാണ്, ഐ മീൻ ആർട്ടിനെ ബിസിനസ് ആക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല കാര്യമല്ല. അപ്പം തുടക്കത്തിലുള്ള ആ ഒരു ഫസ്റ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു സെയിലൊക്കെ എങ്ങനെയാവും? പിന്നെ ബൈ ദ വേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആർട്ട് ഫോമുകളാണ്? ഞാൻ പല മീഡിയംസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പെയിന്റിങ്സ്, അബ്സ്ട്രാക്ട്സ്, പിന്നെ പോർട്രേറ്റ്സ് വരയ്ക്കുമായിരുന്നു ആദ്യം തുടക്കകാലത്ത്. കളർ പെൻസിൽ പോർട്രേറ്റ്സ് അങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ യാദൃശ്ചികമായാണ് അറബിക് കാലിഗ്രഫി. അറബിക് കാലിഗ്രഫിയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ചിന്താഗതി മാറിയത്. അതിലേക്ക് കൂടുതൽ ഫോക്കസ്, കൂടുതൽ പഠിക്കണം, നമുക്ക് കുറേ പഠിക്കാനുണ്ട്, ചെയ്യുന്നത് പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം അറബിക് കാലിഗ്രഫി ഉണ്ട്, റെസിൻ ആർട്ട് ഉണ്ട്, ഇപ്പൊ ലൈവ് ഇവന്റ്സ് നമ്മൾ കാലിഗ്രഫിയിൽ ചെയ്തു കൊടുക്കും, എൻഗ്രേവ് ചെയ്യും, അങ്ങനത്തെ ലൈവ് കാലിഗ്രഫി ചെയ്യും. കാലിഗ്രഫി എന്ന് വെച്ചാൽ നമുക്ക് ബ്രാൻഡ് ആക്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇവന്റ്സ്, കോർപ്പറേറ്റ് ഇവന്റ്സ് ഒക്കെ ഇപ്പൊ അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ലൈവ് ആയിട്ട് ഇരുന്നിട്ട് ഇപ്പൊ കസ്റ്റമേഴ്സ് ആയാലും അവരുടെ VIP ഗസ്റ്റ് കാണും, അല്ലെങ്കിൽ വെഡിങ് ആണെങ്കിൽ അവരുടെ പേരൊക്കെ നമ്മൾ ലൈവായിട്ട് ചെയ്ത് ഞാൻ ഈ കരിംഗ്രാഫിന്റെ കണ്ടിട്ടുണ്ട്. നമുക്ക് അത്രത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഐ മീൻ ആ ഒരു മോഡലാണ് അല്ലെങ്കിൽ കാലിഗ്രഫി പോലെ വെഹിക്കിൾസിലും അങ്ങനെ വലിയ വലിയ ക്യാൻവാസ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ ലൈവ് ഇവന്റിൽ ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമൈസ്ഡ് നെയിംസ് ചെയ്തു അവർ പറയുന്നത് അങ്ങനെ അതും ചെയ്യുന്നുണ്ട്, റെസിൻ ആർട്ടും ചെയ്യുന്നുണ്ട്, ഇതേപോലെ കസ്റ്റമൈസ്ഡ് പെയിന്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പൊ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക്? അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുന്നവർക്ക് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ചിലർ പറയുന്നുണ്ട് പോവാത്തതിന്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ യൂട്യൂബ് വെച്ച് നമ്മൾ സ്വയം പഠിക്കാൻ തുടങ്ങുമ്പോഴും ഹസ്ബൻഡ് സൈഡിൽ ഈ സമയം കൊണ്ട് കുറച്ച് ട്രാഫിക് എഞ്ചിനീയറിംഗ് പഠിച്ചില്ല, അത് പഠിച്ചൂടെ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പിന്നെ ആർട്ട് സപ്ലൈസ് ചോദിക്കാനൊരു മടി കാരണം അതെങ്ങനെങ്കിലും നമ്മളുടെ തന്നെ ആണെങ്കിൽ കിട്ടണം എന്നൊക്കെ എൻ്റെ ഒരു കൊളീഗ് ഒക്കെ നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ്, അവളോട് ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇഷ്ടമുള്ള പൂജ എന്ന പേര്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് പെയിന്റിങ്സ് ഞാൻ ചെയ്തു തരും, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും എൻക്വയറി വേണമെങ്കിൽ പറയാനാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവളാണ് എനിക്ക് ആദ്യത്തെ ഓർഡർ ചെയ്യുന്നത്. ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ അവൾക്ക് ഗ്ലോബ് വേണം, ഇന്ന സൈസ് ആയിരിക്കും എന്നൊക്കെ അവൾ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. അത് ബഹ്റൈനിലായിരുന്നു. പിന്നെ എന്റെ അതിന് വേറെ ഫ്രണ്ട് വേറെ വരച്ച് വെച്ചത് അതിന് അവർ പേയ്മെന്റ് തന്നു. പേയ്മെന്റ് അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷം എന്നും ഓർക്കാൻ പറ്റുന്നത്. ഓരോരുത്തർ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോരുത്തർ യാദൃശ്ചികമായി വന്ന് തരുന്ന എന്തെങ്കിലും ഒരു കമന്റ് മതി നമ്മളെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യാൻ. അത് ആ ഇൻസിഡന്റ് ഇപ്പൊ എത്ര വർഷമായി? അല്ലെങ്കിൽ ഫസ്റ്റ് പേയ്മെന്റ് 7 വർഷമായി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. കാലിഗ്രഫിയിലേക്ക് അറബിക് കാലിഗ്രഫിയിലേക്ക് വന്നത് ഇപ്പൊ 5 വർഷം. സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു അങ്ങനെ. അപ്പൊ ഈ വരുന്നവര് നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ വരച്ചതൊക്കെ പല സൈസിൽ നമ്മളിങ്ങനെ വരച്ചു വെക്കും, അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ വേണം, അങ്ങനെയാണ് തുടങ്ങിയത് ആക്ച്വലി. അപ്പൊ ഇതിപ്പം ഇന്ത്യൻസ് മാത്രമൊന്നല്ലല്ലോ, ഇപ്പം എസ്പെഷ്യലി ഇപ്പം അറബ്സ്, യൂറോപ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഞാനിപ്പോ വർക്ക്ഷോപ്പ് എടുക്കുന്നതല്ല, വർക്ക്ഷോപ്സും എടുത്തു കൊടുത്തു. ലേഡീസിന് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇങ്ങനെ അറബിക് കാലിഗ്രഫി വർക്ക്ഷോപ്പ് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് റെസിൻ ആർട്ട് വർക്ക്ഷോപ്പ്, റെസിൻ ആർട്ട് വർക്ക്ഷോപ്പ് എനിക്കറിയില്ല, മനസ്സിലായില്ല. റെസിൻ ആർട്ട് എപ്പോക്സി എന്നൊക്കെ പറയും. അപ്പൊ അത് എന്താണ്? റെസിനിൽ നമ്മൾക്ക് പല ഫ്രെയിംസ്, പല ഐറ്റംസും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ലേഡീസിന് ഇതൊരു അവർക്കൊരു ടൈം പാസ്, ഫ്രണ്ട്സ് വന്നിട്ട് അവർ ഒരുമിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് 3D വർക്ക്ഷോപ്പിൽ അതും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പല ആൾക്കാരെയും കോൺടാക്ട് കിട്ടും. അറബ്സ് മാത്രമല്ല, യൂറോപ്യൻസും. അങ്ങനെ കോവിഡ് സമയത്തായിരുന്നു അധികം അറബിക് കാലിഗ്രഫി അധികം വരും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എന്താ കോവിഡിന്റെ ഒരു ഇതൊന്നും നമ്മൾ അഫക്ട് ചെയ്തത്. ആ സമയത്ത് അറബിക് കാലിഗ്രഫി നല്ല ബ്ലൂം വരുന്നു. നമ്മുടെ മലയാളികൾ തന്നെയാണ് പലയിടത്തും ഈ അറബിക് കാലിഗ്രഫി കൂടുതൽ ഉള്ളത്. അപ്പൊ ആ സമയത്ത് അതേപോലെ പെയിന്റിങ്സ് പലയിടത്തേക്ക് നമുക്ക് ഷിപ്പ് ചെയ്യാനൊക്കെ പറ്റും. ആ സമയത്ത് ഓർഡേഴ്സ് ഒക്കെ അധികം. നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞില്ലേ, അഫക്ട് ചെയ്ത് അല്ലെങ്കിൽ ഓർമ്മിക്കണം എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്? ആ ഒരു നെഗറ്റീവ് കമന്റ് ആണ് ആക്ച്വലി നമുക്ക് അതിൽ മുന്നോട്ട് പോകാനൊരു ഹെൽപ്പ് ആയത്. കാരണം ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ആദ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഉമ്മക്കും ഓക്കെ ആയിരുന്നു, പക്ഷെ വരയും കൊണ്ടിരിക്കുവാണെന്നുള്ളൊരു ഇതൊക്കെ വെച്ചിട്ട് എന്താക്കും? എന്താ പക്ഷെ ഞാൻ പറയുന്നത് തന്നെ ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റിലേക്ക് വന്ന ഈ വലിയ ബിസിനസ് അങ്ങനെ ആവാൻ പറ്റുമെന്ന് പറയാനില്ല. നമ്മള് സന്തോഷം, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഈ ഇങ്ങനെ ഇതേപോലെ തന്നെ പല
അമ്മമാർക്കും കാണുമല്ലോ. അപ്പൊ ഇതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ച് ഒരു ദിവസം രാത്രി ഇരുന്നൊരു ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ തുടങ്ങി ചെയ്ത വർക്ക്. അന്നൊക്കെ നല്ല കമന്റ്സ് കിട്ടി. ആ കമന്റ്സ് ആണ് നമുക്ക് ശരിക്കും ഒരു ഊർജ്ജം കിട്ടുക ആക്ച്വലി. അതുപോലെ ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അപ്പൊ പേര് എന്തിടണമെന്നിട്ട് ഒരു ദിവസം രാത്രി എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാൻ എന്ത് പേരിടണം, ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത്. അപ്പോൾ സൽമാസ് എന്താണ് ആർട്ട് അങ്ങനെ സൽമാസ് ആർട്ടിസ്റ്റ് എന്നൊരു പേര് എനിക്കൊരു ദിവസം സുപ്രഭാതത്തിൽ കിട്ടിയത്. ഞാൻ ബ്രദറിനോട് തന്നെ എനിക്കൊരു പേജ് തുടങ്ങണം. അങ്ങനെ ഞാൻ അത്ര ടെക്നിക്കലി ആ സമയത്ത് അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ പേജ് എടുത്ത് അങ്ങനെ പോസ്റ്റിംഗ് ഇട്ട് തുടങ്ങി. നെഗറ്റീവ് കമന്റ് ഏതാണ് ആ അതിലൊക്കെ പേജിൽ, ആ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇട്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പം അതിലൊരു എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ് കോളേജിൽ പഠിച്ചത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ആ കുട്ടി ചോദിച്ചു, ഇത്രയൊക്കെ പഠിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചിട്ട് വരച്ചോണ്ടെങ്കിൽ നമ്മൾ ഒരു സീറ്റ് പോയതല്ലേ ചോദിച്ചു. അപ്പൊ നമ്മളത് അപ്പം വേറെ ആള് കമന്റ് ചെയ്തു, നമ്മൾ ഇഷ്ടമുള്ളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ആ ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മളത് പക്ഷെ അങ്ങനത്തെ കോളേജ് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമുക്കൊക്കെ പിന്നെ റിയലൈസ് ചെയ്ത് നമ്മുടെ ഫീൽഡല്ല, നമുക്ക് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സന്തോഷത്തിൽ ഇനിയും ഓപ്ഷൻ ഉണ്ടെന്ന് പറയാൻ. അപ്പൊ എനിക്കിപ്പോ എന്തെങ്കിലും ഇതില് ആയിത്തീരണം എന്നുള്ളൊരു വാശി ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ പഠിക്കാനും എനിക്ക് ഈ ചെയ്യാൻ പറ്റുന്നതിൽ പല ഫീൽഡ് ട്രൈ ചെയ്ത് പല മീഡിയംസ് ട്രൈ ചെയ്ത് ഇപ്പൊ ഓൺലൈനിൽ സജീവമാണ്. ഓൺലൈൻ സജീവമാണ്. പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പൊ അധികം പിള്ളേർ പോലെ അങ്ങനത്തെ അധികം പോസ്റ്റിംഗ് ഇല്ലെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ. ഫേസ്ബുക്കിലായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ ഫേസ്ബുക്ക് ഒരു പ്രാവശ്യം ഹാക്ക് ആയതുകൊണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് കൂടുതൽ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. അതെ, അധികം കസ്റ്റമേഴ്സ് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലക്ഷറി വെഡിങ് നടന്നു പറയുന്നത്. അതെന്ന് വെച്ചാൽ അറബ് വെഡിങ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ലൈവ് ചെയ്യുമ്പോഴും നമ്മുടെ പെയിന്റിങ്സ് കാണുമ്പോൾ അറബ്സ് നമുക്ക് മുന്നോട്ട് വന്ന് കമന്റ് പറയുമ്പോൾ, കാരണം ഞാനിപ്പോൾ ലക്ഷറി വെഡിങ് ചെയ്തപ്പോൾ അവരുടെ കല്യാണം ജാനുവരിയിലായിരുന്നു. 3 മാസം മുമ്പേ എന്റെ വർക്ക് കണ്ടിട്ട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളുടെ വെഡിങ് ചെയ്യുന്നത്. ഈ വെഡിങ്ങിന് എന്ത് പിന്നെ ലൈവായിട്ട് കാലിഗ്രാഫി ചെയ്യാം. എന്താന്ന് വെച്ചാൽ അവര് നമുക്ക് ഈ വരുന്ന VIP ഗസ്റ്റിന് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ കാണും. ആ കൊടുക്കുന്ന കപ്സില്ലേ, അതിനകത്ത് അവരുടെ പേര് എഴുതി കൊടുക്കും നമ്മൾ ഈ വരുന്ന ഗസ്റ്റ്. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു സുവനീർ എപ്പോഴും കൊണ്ട് വെക്കാൻ വേണ്ടി. അവര് UK-ന്നായിരുന്നു. UK-ന്ന് കല്യാണം നടത്താൻ ബഹ്റൈനിൽ വരുന്നു. അപ്പൊ അവരുടെ ഗസ്റ്റ് യൂറോപ്യൻസും ഉണ്ടായിരുന്നു, അറബ്സും ഉണ്ടായിരുന്നു, ഇവിടുത്തെ അറബ്സും. അപ്പൊ അവർക്ക് എന്നൊരു ബഹ്റൈൻ്റെ ഓർമ്മയ്ക്ക് അറബിക് കാലിഗ്രഫിയിൽ തന്നെ വേണമെന്ന് ഉള്ള ഇതിൽ എൻ്റെ 3 മാസം മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പം ഇവന്റിന്റെ സമയത്തായാലും നമ്മളിപ്പോ ചെയ്യുമ്പോൾ ഈ അറബ്സിനെ പറയുന്നത്, നിങ്ങൾ അറബ് അല്ലല്ലോ, പക്ഷെ ഇത്രയും നല്ല പോലെ അറബ് എഴുതാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും സന്തോഷമാണ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സന്തോഷം, അതൊക്കെ ഒരു കാര്യമാണ്. ബഹ്റൈനിൽ എവിടെയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തു വെച്ചത് കണ്ടിട്ടുണ്ടോ? ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എനിക്കിപ്പോൾ കൗണ്ട് ഇല്ല എത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം റോയൽ ഫാമിലിയിലേക്ക് ചെയ്തത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിലരുടെ പേര് പറയാൻ പറ്റില്ല, കാരണം അത് അത്ര പ്രൈവറ്റ് ആയിട്ട്. പക്ഷെ അത്ര റോയൽ ഫാമിലിയിലേക്ക് അറബിക് കാലിഗ്രഫി അവർക്ക് ഇന്ന ഇത് വേണം, അവരുടെ ഈ സൈസ് കളർ വേണം എന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ വന്ന ഡെലിഗേറ്റ്സിന് വലിയ ഫ്രെയിംസ് കാലിഗ്രഫിയിൽ അത് അവർ ഗിഫ്റ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. USA-യിൽ തന്നെ കോവിഡാണ് മെയിൻ സമയത്ത്. അപ്പോൾ USA-യിലേക്ക് ഷിപ്മെന്റ് വർക്ക് പോയിട്ടുള്ളത് ഒരു 15ഓളം പെയിന്റിങ്സ് പോയിട്ടുണ്ട്. യൂറോപ്പിലായാലും അങ്ങനെ UK-യിലൊക്കെ ആയിട്ട് പെയിന്റിങ്സ് അവർ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് കോവിഡ് സമയത്ത് കൂടുതലായിരുന്നു ആ സമയത്ത്. പിന്നെ അധികം പേര് ഇവിടുന്ന് ഗിഫ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ചിലർ പറയും ഞാൻ ഇവിടെ ആംസ്റ്റർഡാമിൽ കൊണ്ടുപോവാണ്, അങ്ങനെയും പോയിട്ടുണ്ട്. വേറെ ഡയറക്ടറിന് കൊടുത്തതും വേറെ ഉണ്ട്. പിന്നെ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ എൻ്റെ സബർ എന്ന് പറഞ്ഞ പേഷ്യൻസ് എന്ന് പറഞ്ഞ പെയിന്റിംഗ് ഉണ്ട്. അത് ഇപ്പൊ ന്യൂസിലൻഡിലുണ്ട്. അത് ഫോം ഓഫ് PM ജസിന്ത അവരുടെ ഓഫീസിലുണ്ട്. അത് സിസ്റ്റർ ഹാർവേർഡിൽ പോയപ്പോൾ അവര് ഹാർവേർഡിലായിരുന്നു പഠിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവർ മീറ്റ് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. പക്ഷെ അതിപ്പോ അവരുടെ ഓഫീസിലുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ റോയൽ ഫാമിലി തന്നെ 2-3 പെയിന്റിങ്സ് അധികം പോയിട്ടുണ്ട്. പെയിന്റിങ്സിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു, കാലിഗ്രഫിയിൽ എത്തി അല്ലെങ്കിൽ കാലിഗ്രഫിയിലൂടെ പോയി എത്താൻ ഒരു കാരണമുണ്ട്. ആക്ച്വലി ഞാൻ പോർട്രേറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കളർ പെൻസിൽ പോർട്രേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബഹ്റൈനിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഹൗസ് വാമിങ്ങിന്റെ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ അവർക്കൊരു ആയത്തിനെ കുറിച്ച് ചെയ്യാമെന്ന് ഞാൻ വെറുതെ കരുതിയിട്ട് ഞാൻ ട്രൈ ചെയ്തത്. അന്ന് ഞാൻ പഠിച്ചിട്ടില്ല, ആക്ച്വലി ട്രൈ ചെയ്തത്. പക്ഷെ ഓൾമോസ്റ്റ്
ഒക്കെ ആയിട്ട് വന്ന് അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അന്ന് ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടും അതൊരു ഹൈലൈറ്റ് ആയി. അതിനുശേഷം അത് പിന്നെ മാധ്യമത്തിലൊക്കെ വന്ന സമയത്ത് ആരൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോ സൽമാസ് ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സൽമാസ് ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞാൽ അറബിക് കാലിഗ്രഫി പെയിന്റിങ്സ്, അബ്സ്ട്രാക്ട് പെയിന്റിങ്സ്, എന്ത് പെയിന്റിങ്സും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. നമുക്ക് വേണ്ട സ്പേസിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. റെസിൻ ആർട്ട് ഉണ്ട്. ലൈവ് ഇവന്റ്സിൽ ലൈവ് ബ്രാൻഡ് ആക്ടിവേഷൻ ആയാലും പ്രൈവറ്റ് ഇവന്റ്സ് ആയാലും കോർപ്പറേറ്റ്സിന് വേണ്ടിയാണെങ്കിലും നമ്മൾ ലൈവ് എൻഗ്രേവിങ് ചെയ്ത് കൊടുക്കും. ലൈവ് കാലിഗ്രഫി, ഹോട്ട് ഫോയിലിംഗ് എല്ലാം ഗസ്റ്റ് നെയിം ചെയ്യണം. ഇപ്പം അതാണ് കൂടുതൽ റിക്വയർമെൻറ്റും വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കസ്റ്റമൈസ്ഡ് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് ആണ് മെയിൻ. ആക്ച്വലി അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. കസ്റ്റമൈസ്ഡ് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് ആണ് മെയിൻ. ഇതാണ് സൽമാസ് ആർട്ടിസ്ട്രി. ഇത്ര നേരം സംസാരിച്ചതിൽ സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ന്യൂ വെഞ്ചേഴ്സ്. താങ്ക് യു. പിന്നീട് ഇതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്.